ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ട് പ്രകാരമുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. മുജ്തബയുടെ അഭാവം വീണ്ടും ഇറാന്റെ ഭരണം തുലാസിലാക്കുകയാണ്. സ്വന്തം അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ കാണാമറയത്ത് നിന്ന് വെറും പ്രസ്താവനകൾ മാത്രമായിരുന്നു പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ മുജ്തബ ആകട്ടെ ജൂതപ്പടയുടെ കൈകളാൽ തന്നെ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിൽ തന്നെയാണ് ഇസ്രായേൽ ആകട്ടെ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ആരോഗ്യ അവസ്ഥയിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായും വ്യക്തമാക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് നേരത്തെയും നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നതാണ്. പൊതുവേദികളിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ആരോഗ്യനില ഗുരുതരമാണ് എന്ന പുതിയ അവകാശവാദം പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. അതായത് മുജ്തബ ഖൊമേനിക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമാണ് എന്നും ഇറാനിലെ ഉന്നത തലങ്ങളിൽ പോലും ആശങ്ക നിലനിൽക്കുന്നു എന്നതുമാണ്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറ്റ് റിപ്പോർട്ടുകളും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കപ്പെട്ടാൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ തന്നെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും. കാരണം പരമോന്നത നേതാവിന്റെ ആരോഗ്യസ്ഥിതി ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മാത്രമായിരിക്കില്ല, അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള ബന്ധം, മേഖലയിലെ സുരക്ഷാ സാഹചര്യം, ഇറാന്റെ വിദേശ നയം എന്നിവയിലും വലിയ നിർണായകമായ കാര്യങ്ങളാണ്. അതേസമയം നിലവിലെ ലഭ്യമായ വിവരങ്ങളുടെ പ്രധാന പരിമിതി ഇതാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇതുവരെയും സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വളരെയധികം ആശങ്ക ഉളവാക്കുന്നതാണ്. ഇത് ഒരു വശത്ത് ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഗുരുതരമായ റിപ്പോർട്ടുകൾ, എന്നാൽ മറുവശത്ത് ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല. മുജ്തബ ഖൊമേനിയുടെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഈ പുതിയ റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാകട്ടെ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും അവിടെ കപ്പലുകൾ കടത്തിവിടാതിരിക്കുന്ന തരത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തന്നെ അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. എന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണ അവകാശം മുഴുവനായി തന്നെ ഇറാനിലേക്ക് കൈമാറുമെന്ന് പോലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് അമേരിക്ക അവിടെ പ്രഖ്യാപനം നടത്തിയത്. വരും ദിവസങ്ങളോടുകൂടി തന്നെ ഇത് സംഭവിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അവിടെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം വലിയ രീതിയിൽ കൊടുമ്പിരി കൊള്ളുന്നത്. മാത്രമല്ല ഇത് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ കൈകളാൽ അല്ലെങ്കിൽ ജൂതപ്പടയുടെ കൈകളാൽ തന്നെ മുജ്തബ ഖൊമേനി തീർന്നിട്ടുണ്ടാകാം എന്നൊരു വാർത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷകരടക്കം ഈ വിലയിരുത്തൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാകാം ഇപ്പോൾ ഇസ്രായേൽ ഇത്തരമൊരു വാർത്ത, ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ എടുത്തു പറയേണ്ട മറ്റ് ചില കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.